ബിജെപിയിൽ മോദിക്ക് ശേഷം ആര് എന്ന ചോദ്യത്തിന് ഇനി ദേവേന്ദ്ര ഫഡ്നാവിസ് എന്ന പേരുകൂടി ഉത്തരമായി വരും. മഹാരാഷ്ട്ര പോലെ സാമ്പത്തിക രാഷ്ട്രീയ പ്രാധാന്യമേറിയ സംസ്ഥാനത്ത് മൂന്നാം ഊഴത്തിലും ഫഡ്നാവിസിന്റെ പേരിന് ബിജെപിയിൽ എതിർപ്പുണ്ടായിട്ടില്ല. ദേവേന്ദ്ര ഫഡ്നാവിസ് മൂന്നാം തവണയാണ് മഹാരാഷ്ട്രയുടെ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യാൻ പോകുന്നത്. തുടക്കം മുതൽ തന്നെ ഫഡ്നാവിസ് ആയിരിക്കും മുഖ്യമന്ത്രിയാവുക എന്ന കാര്യത്തിൽ എതിർസ്വരം ഉണ്ടായിരുന്നില്ല എന്ന പ്രത്യേകതയാണ് ഇത്തവണയും ഉള്ളത്. 2014 മുഖ്യമന്ത്രിയാവുമ്പോൾ ദേവേന്ദ്ര ഫഡ്നാവിസിന് പ്രായം 44. ഇതിലും കുറഞ്ഞ പ്രായത്തിൽ മഹാരാഷ്ട്ര മുഖ്യമന്ത്രി കസേരയിലെത്തിയത് ഒരാൾ മാത്രം. 38-ാം വയസ്സിൽ മുഖ്യമന്ത്രിയായ ശരത് പവാർ. അതേ പവാറിന്റെ ചാണക്യതന്ത്രങ്ങൾ പൊളിച്ചടുക്കിയാണ് ഇക്കുറി ഞെട്ടിക്കുന്ന വിജയം ഫഡ്നാവിസ് സ്വന്തമാക്കിയത്. ഇപ്പോൾ 54-ാം വയസ്സിൽ മുഖ്യമന്ത്രി സ്ഥാനത്ത് മൂന്നാം ഊഴം. 2014 മുഖ്യമന്ത്രി സ്ഥാനത്ത് ഫഡ്നാവിസിന്റെ പേര് ദേശീയ നേതൃത്വം നിർദ്ദേശിക്കുമ്പോൾ പലരും അത്ഭുതപ്പെട്ടു. ഇന്നിപ്പോൾ മറിച്ചായാലേ അത്ഭുതമുള്ളൂ. വമ്പന്മാർ വാഴുന്ന മഹാരാഷ്ട്ര ബിജെപിയിൽ എതിർസ്വരമില്ലാതെ ഫഡ്നാവിസ് ഉയർന്നതിന് കാരണങ്ങൾ പലതാണ്. ഒന്ന്, മുന്നിൽ നിന്ന് നയിച്ചു നേടിയ ഹാട്രിക് വിജയം. 2014-ലും 2019-ലും ഇപ്പോൾ 2024-ലും ബിജെപി മുന്നണിക്ക് ഭൂരിപക്ഷം ഉറപ്പാക്കി. 2, കഴിഞ്ഞ തവണ മുന്നണി വിട്ട ശിവസേനയും അതിന് കളമൊരുക്കിയ NCPയും പിളർത്തി ഭരണം തിരിച്ചുപിടിച്ച തന്ത്രജ്ഞത. 3, വലിയ പാർട്ടിയുടെ നേതാവായിട്ടും തനിക്ക് കീഴിൽ മന്ത്രിയായിരുന്ന ഏക്നാഥ് ഷിൻഡെയ്ക്ക് കീഴിൽ ഉപമുഖ്യമന്ത്രിയാവാൻ ദേശീയ നേതൃത്വം നിർബന്ധിച്ചിട്ടാണെങ്കിലും തയ്യാറായി. 4, മുൻ മുഖ്യമന്ത്രിയായ ഫഡ്നാവിസ് ഉപമുഖ്യമന്ത്രിയായപ്പോൾ ഇനി ഷിൻഡെ ഫഡ്നാവിസ് പോരിന്റെ കാലമാവും എന്ന പൊതുവിലയിരുത്തൽ തെറ്റിച്ച് ഭരണത്തിൽ ഷിൻഡെയ്ക്കൊപ്പം നിന്ന പക്വതയാർന്ന സമീപനം. 5, ലോക്സഭാ തെരഞ്ഞെടുപ്പിലേറ്റ തോൽവിയിൽ നിന്ന് പഠിച്ച് 6 മാസത്തിനുള്ളിൽ മഹാവിജയം ഉറപ്പാക്കിയ മികവ്. 6, ഒരേ സമയം RSS നേതൃത്വവുമായും BJP നേതൃത്വവുമായും അടുപ്പം സൂക്ഷിക്കാനുള്ള കഴിവ്. ഇനിയാണ് ഫഡ്നാവിസിന് ശരിക്കും പരീക്ഷണകാലം. ഷിൻഡെയെ അനുനയിപ്പിച്ചു നിർത്തണം. ഒപ്പം ജനപ്രിയ മുഖ്യമന്ത്രി എന്ന നിലയിൽ ഷിൻഡെയെ മറികടക്കുകയും വേണം. പൊളിറ്റിക്കൽ ഡെസ്ക്, ന്യൂസ് 18.